നമസ്കാരം, ഡെസ്റ്റിനേഷൻ ഡയറീസിലേക്ക് സ്വാഗതം. ഡെസ്റ്റിനേഷൻ ഡയറീസിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബൃഹദീശ്വര ക്ഷേത്രത്തെ കുറിച്ചാണ്. താജ്മഹാലിനേക്കാൾ പ്രാചീനവും അതിലും അതിശയകരവുമായ ഭാരതത്തിലെ ഒരു മഹത്തായ സംസ്കാരമാണ് ബൃഹദീശ്വര ക്ഷേത്രം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ചോള രാജാവായ രാജരാജ ചോഴൻ പണിത ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ്. ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ കഥ എങ്ങനെയാണ്? തഞ്ചാവൂരിലെ നെൽപ്പാടങ്ങളും കാവുകളും നിറഞ്ഞ ശാന്തിയിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ബൃഹദീശ്വര ക്ഷേത്രം അതിന്റെ പ്രാകൃത ശില്പകലയാലും ആകാശത്തെത്തുന്ന ഗോപുരത്താലും വിസ്മയിപ്പിക്കുന്നു. ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ചോള വംശത്തിലെ മഹാരാജാവായ രാജരാജ ചോഴനാണ്. 11ാം നൂറ്റാണ്ടിലാണ് ഇത് പൂർണ്ണമായത്. രാജരാജൻ തന്റെ ശക്തിയും ഭക്തിയും പരമശിവനോടുള്ള അനുരാഗവും പ്രകടിപ്പിക്കാൻ ഈ മഹത്തായ ക്ഷേത്രം നിർമ്മിച്ചു. 10,000-കണക്കിന് ശില്പികൾ, തൊഴിലാളികൾ, ആചാര്യന്മാർ ചേർന്ന് 15 വർഷത്തിനുള്ളിൽ ഈ മഹാക്ഷേത്രം പണിതീർത്തു. ക്ഷേത്രത്തിന്റെ മുഖ്യ ഗോപുരം ഏകദേശം 216 അടി ഉയരവും 14 നിലകളുമുള്ള ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇത് 1/4 നൂറ്റാണ്ടിലേറെ കാലം മുൻപാണ് നിർമ്മിച്ചത്. എന്നാൽ ഒരു ചില വ്യത്യാസങ്ങളില്ലാതെ ഇത് നിലനിൽക്കുന്നു. അതിന്റെ മുകളിലെ 80 ടൺ ഭാരമുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച കലശമാണ്. ആ കാലത്ത് അത് ഉയർത്തിയത് എങ്ങനെയെന്നത് ഇന്നും അന്വേഷണ വിഷയമാണ്. ഉച്ചനേരത്തെ ഈ കുംഭത്തിന്റെ നിഴൽ നിലത്ത് പതിക്കില്ല എന്നതൊരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു ആകർഷണം വലിയ കല്ലുകൊണ്ട് തീർത്ത നന്ദിയുടെ പ്രതിമയാണ്. ഇത് ഏകശിലയിൽ പിറന്നത് ഉഭയകക്ഷി ശില്പകലയുടെ ഉദാഹരണമാണിത്. ദൈവത്തിന്റെ വാഹനമായ നന്ദി ശിവനെ നോക്കി സ്നേഹത്തോടെ ഉറ്റുനോക്കുന്ന രീതിയിലാണുള്ളത്. ഈ ക്ഷേത്രം തീർച്ചയായും ഒരു ദേവാലയം മാത്രമല്ല, ഇത് കാലത്തെ അതിജീവിച്ച ഒരു സംസ്കാരപാതയുടെയും ആലോചനയുടെയും ശാന്തിയും കൂടിയാണ്. ഇവിടെ കയറുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സ് ആത്മീകമായ ശാന്തിയിലേക്ക് വഴിമാറുന്നു. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. ഉത്സവകാലങ്ങളിൽ ക്ഷേത്രം ആവേശത്തിന്റെയും ഭക്തിയുടെയും തിരമാലയായി മാറുന്നു. ബൃഹദീശ്വര ക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരു രാജാവ് ഉണ്ടാക്കിയതല്ല ഈ തീർത്ഥകേന്ദ്രം, ഒരു സംസ്കാരം പടുത്തുയർത്തിയ ശില്പമാണിത്. ഭക്തിയുടെയും ശാസ്ത്രത്തിന്റെയും മിശ്രമാണ് ഈ ക്ഷേത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.